നമസ്കാരം. നമ്മളെല്ലാം വളരെ സാധാരണ വ്യക്തികൾ ആണ്. ഇത് കേൾക്കുന്നവര് വളരെ സാധാരണ ജീവിതം നയിക്കുന്നവരാണ് കൂടുതലും ഉള്ളത്. പറയുന്ന ഞാനാകട്ടെ സാധാരണയിൽ സാധാരണക്കാരനാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റേതായിട്ടുള്ള എല്ലാ വികാരവും എനിക്ക് ഉണ്ട്. എല്ലാ വികാരവും ഉണ്ടായതുകൊണ്ട് അതിൻ്റെതായുള്ള ദൗർബല്യങ്ങളും ഉണ്ട്. എല്ലാവരുടെ മനസ്സിലും മോഹങ്ങൾ ഉണ്ട്. മോഹമില്ലാത്ത ആരും ഉണ്ടാകും. മോഹമില്ല എന്ന് പറയുന്നവർക്കും അത് വെറുതെ അവരൊരു വരി പറയുന്നതിന് കൊച്ചു കൊച്ചു മോഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ഈ കൊച്ചു കൊച്ചു മോഹങ്ങൾ ചിലപ്പോൾ പ്രാവർത്തികമാകണമെന്ന് ഇല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ്, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് എനിക്കൊരു 27 വയസ്സ് പ്രായം. ഒരു ഗുരു, ഈ ഗുരുക്കന്മാരിങ്ങനെ കണ്ടുടനെ ശിക്ഷ എന്നുകൊണ്ട് ഇങ്ങനെ പറയാമെന്നതിന്റെ അർത്ഥം. ഗുരു ശിഷ്യ ബന്ധത്തെ പറ്റി പറയുന്നൊരു കാര്യം ആലോചിക്കണം. നമ്മൾ ചുറ്റും കാണുന്നവരൊക്കെ ഗുരുക്കന്മാരാ. അവരുടെ ജീവിതത്തിലൊരു കാര്യം കണ്ട് നമ്മൾ അത് അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അവര് നമ്മളോടോ വേറൊരാളോടോ പറയുന്ന ഒരു വാചകം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇങ്ങനെയാണല്ലേ, അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയാണ്. അല്ലാതെ താടിയൊക്കെ നീട്ടിയൊരു ഗുരു നമ്മൾ തിരുവണു ശിഷ്യ എന്നല്ല. ഈ ഗുരു, ഞാൻ ഗുരു എന്ന് വിളിക്കുന്ന ആള് വേറെ ആളോട് പറഞ്ഞതാണ്. അതൊക്കെ ശരിയാവും, അർഹത നേട്. അർഹത നേട് എന്ന് പറയുമ്പോ ഒരു ചുമരിനോട് ചാരിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കേൾക്കുന്ന ആരും ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞു. അവിടുന്ന് പോയി. ഇത് കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമായി ഞാൻ ഇപ്പോഴും ചിന്തിക്കുകയാണ്. അർഹത നേടുമ്പോ പലതും നടക്കും. പല കാര്യവും അർഹത നേടുമ്പോ പ്രാവർത്തികം ആവും. അർഹത നേടുക എന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇന്ന ജോലി കിട്ടണമെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ആ പരീക്ഷ പാസ്സാവണം, ഈ പരീക്ഷ പാസ്സാവണം. ഇതാണ് അർഹത നേടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്റർവ്യൂവിന് വിളിച്ച ഓരോരുത്തരിലും ഏറ്റവും മാർക്ക് കുറഞ്ഞ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയ ചരിത്രമില്ല. ഏതോ ഒരു കാര്യത്തിൽ ആ വ്യക്തി അർഹത നേടുന്നു. ഇവിടെ അർഹത എന്ന് പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റ് മാത്രം അല്ല. ഒരു ബസ് കയറും, തിരക്കുള്ള ബസ്. ആ ബസ് കയറിയിട്ട് കമ്പനിയെ പിടിച്ചിട്ട് നടുവേദനയുണ്ടെങ്കിലും ആ ഡ്രൈവറെ ഒന്ന് നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അയാൾ വാഹനം ഓടിക്കുക. കുട്ടി അവിടെ കാത്തിരിക്കണ്ടാവും വീട്ടില്. അച്ഛൻ വൈകുന്നേരം വരുമ്പോ പലഹാരം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടി കാത്തിരിക്കും. അമ്മോട് ചോദിച്ചിട്ടുണ്ടാവും അച്ഛൻ ഒന്ന് കൊണ്ടുവരുമെന്ന്. ആ കൊണ്ടുവരും. ഇത് നമ്മൾ മനസ്സിൽ കാണുന്നു. ആ ചെറുപ്പക്കാരൻ നല്ല രീതിയിൽ വാഹനം ഓടിക്കട്ടെ എന്ന് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കണം.
ഇപ്പോഴത്തെ കണ്ടക്ടർ എവിടേക്കാന്ന് ചോദിച്ചു. കാര്യമൊക്കെ വെച്ച് ചെറുപ്പക്കാർ എന്തപ്പോ ഈ പാവട്ടോ ഉള്ള ഈ ജോലിക്ക് വല്ല സ്ഥിരതയുണ്ടോ? ഉടമസ്ഥൻ ഈ ബസ് സർവീസ് നിർത്തി ആൾക്ക് പണിയില്ലാതെ പോയി. അയാൾക്ക് ഒരു കുടുംബം ഉണ്ടാവില്ലേ? കല്യാണം കഴിച്ചിട്ടെങ്കിൽ അപ്പനും അമ്മയൊക്കെ ഉണ്ടാവില്ലേ? വളരെ നല്ലൊരു ഭാവി അയാൾക്ക് ഉണ്ടാവും. മുതിർന്ന വ്യക്തിയാണെന്ന് വെക്കുക, ചെറുപ്പക്കാര് സീറ്റിലിരിക്കുന്നു. ചെറിയൊരു നടുവേദന ഉണ്ടെങ്കിലും അങ്ങോട്ട് പോവാം, വേറെ സീറ്റൊക്കെ ഒഴിയും. ബഹളം വെച്ചിട്ട് ഈ ചെറുപ്പക്കാരെ എണീക്കടാ, മുതിർന്നവർക്കുള്ള സീറ്റാണെന്നൊക്കെ പറഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഇരിക്കുന്ന നമ്മുടെ മകനാണെങ്കിൽ എണീക്കടാ അവിടുന്ന് പറയും, അവൻ അവിടെ ഇരുന്നോട്ടെ. മകനാണെങ്കിൽ അങ്ങനെയല്ലേ വിചാരിക്കുക. ഈ സ്നേഹം ചുറ്റും വ്യാപിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ തിരിച്ചറിയും. നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടും, ഞാനാവുന്നു. ഒരാൾ എണീക്കും, താങ്കൾ ഇവിടെ ഇരുന്നോളൂ. അല്ല, നിങ്ങൾ ഇരുന്നോളൂ, നിങ്ങൾക്ക് ഇരിക്കേണ്ട സീറ്റല്ലേ. ആ എനിക്ക് സീറ്റ് ആവും. അല്ല, ഞാൻ ഇവിടെ അടുത്ത് ഇറങ്ങുകയും. അർഹത നേടുക എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കാര്യത്തിന് വരെ ഒരു അർഹത നേടൽ ഉണ്ട്. ആ കാരണം വേറെ ആളോട് ഒക്കെ ശരിയാവടോ, അർഹത നേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുത്തിരുന്നാൽ മതി, നിങ്ങൾ ഇങ്ങോട്ട് പോണ്ട. അർഹത നേടിയിട്ട് അവിടെ ഇരുന്നാൽ മതി. അർഹത നേടുക എന്നും വിചാരിക്കണ്ട. തെരഞ്ഞു പിടിച്ച് നിങ്ങളുടെ വീട് അന്വേഷിച്ച് ആളുകൾ വന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു അർഹത നേടി. തുടർന്ന് എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അനവധി നല്ല അനുഭവങ്ങളും എനിക്ക് എന്നോട് തന്നെ പറയാനുണ്ട്. ഒരു എഴുത്തുകാരന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതമൊന്നും നടക്കുകയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക, അങ്ങനെയുള്ള അത്ഭുതം നടക്കില്ല. നടക്കാം. അർഹത നേടി അവിടെ ഉള്ളത്തിരുന്നാൽ മതി. അർഹത ഉള്ളതിന് കിട്ടും. അച്ഛനും മകനും കൂടിയിട്ട് നടന്നു വരിക. അയാൾക്ക് കിട്ടിയ ചെറിയ വരുമാനം കൊണ്ട് അയാൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. പണക്കാരോട് മാത്രമൊന്നല്ല അസൂയ. മനസമാധാനത്തോട് കൂടി എപ്പോഴും ഹാപ്പിയായി കാണുന്ന നല്ല വ്യക്തികളോടും അസൂയുണ്ട്. അച്ഛനും മകനും, പയ്യൻ നന്നായി പഠിക്കുന്നുണ്ട്, സ്കൂളിൽ നല്ല അഭിപ്രായമാണ്. ഇയാൾ ചെറിയൊരു വരുമാനം കൊണ്ട് എങ്ങനെയോ രണ്ടറ്റം കൂട്ടുമുട്ടിച്ച് കഴിയേണ്ടത്. ആ വ്യക്തിക്ക് അസൂയാലുണ്ട്. അയാളുടെ ഒരു നടത്തം കണ്ടില്ലേന്നും പറഞ്ഞു. വരുമ്പോ സന്ധ്യാനേരം അവിടെ സ്വർണത്തിന്റെ ഒരു തെപ്പോടെ ഇരിക്കുന്നു, മുഴുവൻ സ്വർണ്ണനാണ്. അച്ഛാത് എടുത്തു കൊണ്ടുപോകാന്ന് മകൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, വേണ്ട, നമുക്കുള്ളതിന്റെ വഴികളിലൂടെ കിടക്കുക, നമുക്കുള്ളതിന്റെ വീട്ടിൽ കൊണ്ടുവരിക ചെയ്യുക, വഴി കിടക്കുക ചെയ്യുക, വിടുക. നമുക്കുള്ളതാണെങ്കിൽ വീട്ടിലെത്തും. പഴയ കാലമാണല്ലോ. കിടക്കുന്ന സമയത്ത് ഷാപ്പിന്ന് വയറ് നടത്തി മദ്യപിച്ചിട്ട് ഒരു മദ്യപാനി വന്നു. ഇത് കണ്ടു. അയാൾക്ക് തോന്നിയത് ഒരു തേനീച്ചയുടെ കൂടാന്നാണ്. ഈ തേനീച്ചയുടെ കൂടാന്ന് കണ്ടത് അയാളുടെ തോർത്ത അയൽക്കാരിട്ടു, അടിയിലാണ് കൂട്ടിക്കൊടുത്തു. അപ്പൊ തേനീച്ച ഇതിനകത്താണ്.
ഈ വ്യക്തിയോട് അച്ഛനോടും മകനോടും അസൂയുള്ള ആളാണ്. അയാൾ ഇരുട്ടത്ത് വന്നിട്ട് വാതിലിന്റെ ഏതോ കേപ്പ് കൂടെ അകത്തൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് അയാളൊരു ഓട്ടോടിയുണ്ട്. ആളെ തിരിച്ചറിയില്ല. ആളെ തിരിച്ചറിയുന്നല്ലോ. അങ്ങനെ ഒരു ഓട്ടോടുകൂടി ശബ്ദം കേട്ടു. അച്ഛനാവുന്നു, മകനാവുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ചെപ്പോടെ. ഇത് നമുക്കുള്ളതായതുകൊണ്ടാണ് വീട്ടിൽ കൊണ്ടു തന്നത്. അർഹത നേടുക. ഈ പ്രഭാഷണത്തിന്റെ അവസാനം എനിക്ക് പറയാനുള്ളത്, രോഗം മാറാൻ അർഹത നേടുക. പരീക്ഷ പാസ്സാവാൻ അർഹത നേടുക. അംഗീകാരങ്ങൾ കിട്ടാൻ അർഹത നേടുക. ബസ്സിലും തീവണ്ടിയിലും സ്ഥലം കിട്ടണമെങ്കിൽ, ഇരിക്കാൻ സ്ഥലം കിട്ടണമെങ്കിൽ അർഹത നേടുക. വേറെ ആൾ കഴിക്കുന്ന ആഹാരം അയാൾ നമുക്ക് വീട്ടിൽ കൊണ്ടു തരും. അർഹത. അർഹത എന്ന വാക്കിന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. ഒരു തവണ സംഭാഷണ മധ്യ അർഹത നേടാന്നൊരു തിരക്കഥാകൃത്തിനോട് പറഞ്ഞു. സംഭാഷണ മധ്യ ഈ കഥയും പറഞ്ഞു. അദ്ദേഹത്തിന്റെ സിനിമയുടെ പേര് അർഹത എന്നായിരുന്നു. പടം നല്ലപോലെ കളിച്ചുകൊണ്ട് അതുമായിട്ടൊരു ബന്ധവുമില്ല കേട്ടോ. ഈ അർഹത എന്നുള്ള പദം പറയുമ്പോൾ ഞാൻ പറയുന്നതാണ്, ആരാധ്യരായ ധന്യമീ ജീവിതത്തിന്റെ ശ്രോതാക്കൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കും എന്നിട്ട് അർഹത നേടുക. നമസ്കാരം.